ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉള്ളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളൊന്ന് സൂക്ഷിച്ചു നോക്കാം. ഇപ്പോഴും നിങ്ങളുടെ പാരന്റ്സ് സംസാരിക്കുന്ന അതേ വേർഡ്സ് ഒക്കെ തന്നെയായിരിക്കും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ പാരന്റ്സ് പറഞ്ഞു തന്നിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള പല കാര്യങ്ങളും ട്രോമാസും കണ്ടീഷനിങ്ങും ചിലപ്പോൾ ഒരു റോങ് പ്രോഗ്രാമിംഗ് കാരണമാണ് നമ്മൾ ആക്ച്വലി ഇന്ന് ഫേസ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിൽ വരുന്ന പ്രോബ്ലംസ് ആയിക്കോട്ടെ, മണിയിൽ വരുന്നതായിക്കോട്ടെ, കരിയറിൽ വരുന്നതായിക്കോട്ടെ, ഇതെല്ലാം ആക്ച്വലി നമ്മൾ ബിലീഫ്സിനനുസരിച്ചിട്ടാണ് കൂടുതൽ 90% ഓഫ് അവർ ലൈഫ് ആക്ച്വലി പോകുന്നത് ആ ഒരു കണ്ടീഷനിങ്ങും പ്രോഗ്രാമിങ്ങിനും അനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ പാരന്റ്സും ചില ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഗിൽറ്റിലായിരിക്കും. ഇത് കഴിച്ച തടി കൂടുമോ, അത് കഴിച്ച പ്രശ്നമാവോ, അല്ലെങ്കിൽ ഇത് കഴിച്ച എന്റെ ബോഡി ഇങ്ങനെ റിയാക്ട് ചെയ്യും, ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും അവര് ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ടാവുക. ഇതൊക്കെ തന്നെയാണ് ഈ കുട്ടിയും കാണുന്നത്. സോ അവൾക്കും എന്ത് തോന്നും, ഒരു ഗിൽറ്റ് ഫീലിംഗ് ആണ് ഇപ്പൊ തന്നെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാവുക. നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരോട് അവർ ചെയ്യുന്ന എല്ലാം അംഗീകരിച്ച് കൊടുക്കണം എന്നുള്ളതല്ല, പക്ഷെ എങ്ങനെ അതിനെ ഹെൽത്തി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മോസ്റ്റ്ലി അവരൊരു ഓവർ ഈറ്റിംഗിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കുറച്ച് സീക്രട്ട് ആയിട്ട് ഫുഡ് കഴിക്കാൻ ഉള്ളൊരു ബിഹേവിയേഴ്സ് വരാനും സാധ്യത കൂടുതലുണ്ടാകും. പട്ടി കഞ്ഞി കുടിക്കില്ല, ഈ കുട്ടിനെ കണ്ട, ഈ കുട്ടി എന്ത് ഭക്ഷണം കഴിക്കാതെ എന്താ ഇത്രയും മെലിഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ പറയുന്ന ആളുകളെ ഒരുപാട് കണ്ടിട്ട്. ഓരോരുത്തരും ഓരോ ബോഡി ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. അവരതിനനുസരിച്ചിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. നിങ്ങൾ ബേബീസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബേബീസ് നിങ്ങൾ ഫീഡ് ചെയ്യുമ്പോൾ നോക്കിയിട്ടുണ്ടാവും, അവർക്ക് വയറ് നിറഞ്ഞാൽ അവർ നിർത്തും. നിങ്ങൾ ഒരു ബൗളിൽ നിറയെ എടുത്ത് അവളിത് കഴിച്ചില്ല അല്ലെങ്കിൽ അവനിത് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വയറ് നിറയുന്നവരെ അവർ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞ് അവർ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ എന്ത് തലകുത്തി പറഞ്ഞാലും ഒന്നുമില്ലെങ്കിൽ അവര് ഫുൾ ടാൻട്രംസ് ഉണ്ടാക്കും, അവരത് തട്ടിക്കളയും തുപ്പിക്കളയും അല്ലെ. കാരണം നാച്ചുറലി അവർക്ക് വയറ് നിറഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് നമുക്കൊരു മെക്കാനിസം ഉണ്ട്, വയറ് നിറഞ്ഞു മതി എന്ന് പറയാനായിട്ട്. സോ അവർക്ക് വിശക്കുമ്പോൾ അവർ കഴിക്കട്ടെ. ഹലോ, വെൽക്കം ടു മൈൻഡ് സെറ്റ് ടോക്സ് വിത്ത് അഖില. നമ്മളെ മൈൻഡ് സെറ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. നമ്മുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാ, അവളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാ, അയാളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും നമ്മളെ മൈൻഡിനെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു ടോക്സ് ആൻഡ് കോൺവെർസേഷൻസ് ആയിരിക്കും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ ഉണ്ടായിട്ടുള്ള ഒരു പ്രചോദനം എനിക്ക് വന്നൊരു ഫോൺ കോൾ ആയിരുന്നു. ആ ഫോൺ കോളിൽ അവർ പറയുന്നുണ്ട്, ഒരു കുട്ടി, ഒരു പെൺകുട്ടി, തേർഡ് ഓർ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് അവള്. നല്ല ചബ്ബിയാണ്, ക്യൂട്ടാണ്, സ്മൈൽ ഈസ് ജസ്റ്റ് ഗോർജിയസ് എന്ന് പറയാം. ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുട്ടി. കുറച്ച് ചബ്ബി ആയതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും കുറച്ച് തടിച്ചിട്ടാണെന്ന് ഇപ്പൊ തന്നെ കളിയാക്കല് ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ അതിന്റെ ഒരു വറിയിലായിരിക്കണം പാരന്റ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി. അവള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൾ അങ്ങനെ ജങ്ക് കഴിക്കുന്ന ഒരു കൂട്ടത്തിലൊന്നുമല്ല, പക്ഷെ അവൾക്ക് വയറ് നിറയുന്നവരെ അവൾ ഫുഡ് കഴിക്കും. നോൺ വെജ് ആണെങ്കിൽ കുറച്ച് കഴിക്കും, കുറച്ച് അധികം കഴിക്കാറുണ്ട്. സോ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇവര് അവളെ റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഇത്രയും കഴിക്കരുത്, ഇത്ര മുട്ട കഴിക്കരുത്, ഇത്ര ചിക്കൻ കഴിക്കരുത്, നീ പെൺകുട്ടിയാണ്, ഇത്രയും റൈസ് കഴിക്കരുത്. അവൾക്ക് 4 നേരം റൈസ് കൊടുത്താലും അവളത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മേ ബി പാരന്റ്സിന്റെ ഇന്റൻഷൻ നല്ലതായിരിക്കാം, ബട്ട് അത് അവളിൽ ഉണ്ടാക്കുന്ന ഒരു മുറിവ് എന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡിലൊക്കെ ഉണ്ടാക്കുന്ന മുറിവുകൾ എന്ന് പറയുന്നത് ഹീല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അഡൽട്ട് ഹുഡിൽ വരെ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതകാലം മുഴുവൻ ഈ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കും അവള് ജീവിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി ഒരു 90s 80s ആളുകളായിരിക്കും മോസ്റ്റ്ലി ഇങ്ങനെയുള്ള കുട്ടികളുടെ പാരന്റ്സ് എന്ന് പറയുന്നത്, ചെറിയ കുട്ടികളുടെ പാരന്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ പാരന്റ്സ് പറഞ്ഞു തന്നിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള പല കാര്യങ്ങളും ട്രോമാസും കണ്ടീഷനിങ്ങും ചിലപ്പോൾ ഒരു റോങ് പ്രോഗ്രാമിംഗ് കാരണമാണ് നമ്മൾ ആക്ച്വലി ഇന്ന് ഫേസ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിൽ വരുന്ന പ്രോബ്ലംസ് ആയിക്കോട്ടെ, മണിയിൽ വരുന്നതായിക്കോട്ടെ, കരിയറിൽ വരുന്നതായിക്കോട്ടെ, ഇതെല്ലാം ആക്ച്വലി നമ്മൾ ബിലീഫ്സിനനുസരിച്ചിട്ടാണ് കൂടുതൽ 90% ഓഫ് അവർ ലൈഫ് ആക്ച്വലി പോകുന്നത് ആ ഒരു കണ്ടീഷനിങ്ങും പ്രോഗ്രാമിങ്ങിനും അനുസരിച്ചിട്ടാണെന്ന് പറയാം. അപ്പൊ നമ്മളുടെ ഒരു ഫസ്റ്റ് 7 to 10 years ഒരു റോങ് കൈൻഡ് ഓഫ് പ്രോഗ്രാമിംഗ്, ഇതുപോലത്തെ കണ്ടീഷനിങ് ഒക്കെയാണ് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോലും അറിയാതെ ഉള്ളിലൊരു ഇമോഷണൽ വൂൺസ്, മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മളും ഇഷ്ടംപോലെ അതുപോലെ കടന്നു പോയത് കൊണ്ട് തന്നെ ആയിരിക്കും ഇന്ന് പല കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തത്, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ്ലി ഒരു ലൂപ്പിൽ പെട്ട പോലെ ആ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ആക്ച്വലി ഒരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഡീപ്പായിട്ട് ആ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള വിശ്വാസങ്ങൾക്ക് അനുസരിച്ചാണ് ഇന്നും നിങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. പിന്നെ നമ്മൾ കോൺഷ്യസ്ലി മാറ്റാതെ ഒരിക്കലും ആ ഒരു റീപ്രോഗ്രാമിംഗ് നടക്കില്ല. അപ്പൊ നമ്മൾ ഈ ചാനലിലൂടെ മാക്സിമം ആ ഒരു കൈൻഡ് ഓഫ് റോങ് പ്രോഗ്രാമിംഗ്, റോങ് കണ്ടീഷനിങ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ നമുക്ക് റീവയർ ചെയ്ത് റീസെറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഈ ചാനലിൽ നമ്മൾ കംപ്ലീറ്റ് സംസാരിക്കാൻ പോകുന്നത്. സോ മേക്ക് ഷുവർ യു സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഷെയർ ടു യുവർ മാക്സിമം ഫ്രണ്ട്സ്
ദോസ് ഹു ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം ഇറ്റ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ, മോസ്റ്റ്ലി ഉള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് വരുന്നത് ഈ റോങ് പ്രോഗ്രാമിംഗ് നിന്നായിരിക്കും. അവർക്ക് യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മേക്ക് ഷുവർ യു ഷെയർ ദിസ്, സബ്സ്ക്രൈബ് ദിസ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ സോ ദാറ്റ് ഒരുപാട് ആളുകൾക്ക് എത്താനും ഒരുപാട് ആളുകളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനും മേ ബി ദിസ് വിൽ ഹെൽപ്പ്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ കമ്മിങ് ടു ദ ഇൻസിഡന്റ്, ഇവളെ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവള് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അവരുടെ പാരന്റ്സ് ഒക്കെ പറയുന്ന സമയത്ത് അവൾക്കൊരു ഭയങ്കര വിഷമം, അത് ആർക്കാണെങ്കിലും തോന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നീ അത് കഴിക്കരുത് എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മളൊരു അഡൽട്ട് ആണെങ്കിൽ പോലും നമ്മളോട് അങ്ങനെ നീ പെട്ടെന്ന് കഴിക്കരുത് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടാവും അല്ലെ. സോ അതേപോലെയാണ് ആ കുട്ടിയിലും സംഭവിക്കുക. അവൾക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം, മുറിവ് എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. അതിന്റെ ഒരു ആഘാതം ആക്ച്വലി നിങ്ങൾ എന്താണോ ഭയപ്പെടുന്നത്, മേ ബി നിങ്ങളുടെ ഒരു ഭയം അവൾ ഭയങ്കര തടി വെച്ച് ഒബിസിറ്റി ആയി, ഓവർ വെയിറ്റ് ആയി, കാണാൻ ഭംഗിയില്ലാണ്ടായി, നല്ല തടി കൂടുക എന്നുള്ളതായിരിക്കും. അതിനാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് കൊണ്ടായിരിക്കും ആക്ച്വലി അവളെ ശരിക്കും അതുപോലെ ഓവർ വെയിറ്റ് ആവാൻ പോകുന്നത്. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എസ്പെഷ്യലി പാരന്റ്സ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, എസ്പെഷ്യലി ഒരു ഫസ്റ്റ് 7 years എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അതുപോലെ തന്നെയാണ് ഒരു ടീനേജ് കാലഘട്ടം വരെ. അതുവരെ നിങ്ങൾ എന്താണോ അവരെ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരെന്തൊക്കെയാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നിങ്ങളിലൂടെ എന്താണോ കാണുന്നത്, കേൾക്കുന്നത്, സ്കൂളിലായിക്കോട്ടെ, അതായത് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ നിന്നാണ് അവര് പല കാര്യങ്ങളും പഠിക്കുന്നതും വിശ്വസിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയാം. നമ്മൾ ഇന്നും പല കാര്യങ്ങളും ആർഗ്യൂ ചെയ്യുന്നത് നമ്മുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച്. അതാണ് ശരി, ഇതാണ് ശരി, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്തത് തെറ്റാണ്. ഇതൊക്കെ നമ്മൾ എവിടെന്നാ പറയുന്നത്? നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉള്ളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ ഒന്ന് സൂക്ഷിച്ചു നോക്കാം. ഇപ്പോഴും നിങ്ങളുടെ പാരന്റ്സ് സംസാരിക്കുന്ന അതേ വേർഡ്സ് ഒക്കെ തന്നെയായിരിക്കും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ബിക്കോസ് അതേ ഒരു സ്ലാങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ടാവും. ബിക്കോസ് നമ്മൾ ബോൺ ആൻഡ് ബോട്ടപ്പ് ആ ഒരു എൻവയോൺമെന്റിൽ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സബ് കോൺഷ്യസ് ലെവലിൽ ഒരു പ്രോഗ്രാമിംഗ് നടന്നിട്ടുണ്ടാവാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു 20 years ശേഷമൊക്കെ ഇതൊക്കെ തെറ്റാണ്, നമുക്കിതൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്ത് മാറ്റാതെ ആ ഒരു ബിലീഫ്സ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിങ് പ്രോഗ്രാമിംഗ് ഒന്നും മാറില്ല. ഈ പ്രോഗ്രാമിങ്ങിനനുസരിച്ച്, ഈ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഈ ചിന്തകൾക്കനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഫലമാണ് ആക്ച്വലി നമ്മൾ ഡേ ടു ഡേ ലൈഫ്. ഓക്കെ, സോ എത്രത്തോളം ഈ കാര്യങ്ങൾ ലൈഫിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ ഒരു 7 generationന്റെ കാര്യങ്ങളാണ് ആക്ച്വലി പാസ് ചെയ്യാന്ന് പറയുന്നത്. ട്രോമാസ് ആയിക്കോട്ടെ, നല്ലതായിക്കോട്ടെ, ചീത്തയായിക്കോട്ടെ. അതായത് നമ്മൾ ഇപ്പൊ 7th generationലാണ്. കഴിഞ്ഞ 6 generation ആളുകളുടെ കാര്യങ്ങൾ നമ്മളുടെ ജെനറ്റിക് ആയിട്ടും ബിഹേവിയേഴ്സിലാണെങ്കിലും ക്യാരക്ടേഴ്സിലാണെങ്കിലും ഒക്കെ പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്, സ്റ്റഡീസ് പറയുന്നത്. ഓക്കെ, സോ ഓൾറെഡി നമുക്ക് ആവശ്യത്തിലധികം ട്രോമാസ് ഉണ്ട്. സോ അറ്റ്ലീസ്റ്റ് പാരന്റ്സ് ഒന്ന് റെസ്പോൺസിബിൾ ആകുക. എസ്പെഷ്യലി ഇങ്ങനെയുള്ള ചെറിയ കുട്ടികളുടെയൊക്കെ പാരന്റ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി 30s 40s ആ ഒരു റേഞ്ചിലായിരിക്കും. അത് 90s 80s കിഡ്സ് ആയിരിക്കും. സോ അവര് കുറച്ച് റെസ്പോൺസിബിൾ ആവുക എന്നാണ് എനിക്കിത് പറയാനുള്ളത്. നമുക്ക് ഓൾറെഡി കുറച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ട്രോമ ആയിട്ടോ അല്ലെങ്കിൽ പല വൂൺസ് ആയിട്ടോ റോങ് പ്രോഗ്രാമിംഗ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിനെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുന്ന സമയത്ത് അവൾ ഉണ്ടാവുന്ന ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയൊരു കാര്യമാണ്. ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എപ്പോഴും പറയുമ്പോൾ ഫുഡുമായിട്ട് അവള് കണക്ട് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ഗിൽട്ട് ആയിരിക്കും. ഓക്കെ, ചിലപ്പോ അവളുടെ പാരന്റ്സും ചില ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഗിൽട്ടിലായിരിക്കും. ഇത് കഴിച്ചാൽ തടി കൂടുമോ, അത് കഴിച്ചാൽ പ്രശ്നമാവോ, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ എന്റെ ബോഡി ഇങ്ങനെ റിയാക്ട് ചെയ്യും, ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും അവര് ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ടാവുക. ഇതൊക്കെ തന്നെയാണ് ഈ കുട്ടിയും കാണുന്നത്. സോ അവൾക്കും എന്ത് തോന്നും? ഒരു ഗിൽട്ട് ഫീലിംഗ് ആണ് ഇപ്പൊ തന്നെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാവുക. സോ ഇങ്ങനെയുള്ള കുട്ടികളെ വളർന്ന് വലുതാവുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് മോസ്റ്റ്ലി അവരൊരു ഓവർ ഈറ്റിംഗിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കുറച്ച് സീക്രട്ട് ആയിട്ട് ഫുഡ് കഴിക്കാൻ ഉള്ളൊരു ബിഹേവിയേഴ്സ് വരാനും സാധ്യത കൂടുതലുണ്ട്. കാരണം എല്ലാ ആളുകളുടെ ഇടയിൽ ഇരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് സമാധാനത്തോടെ കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ, കുറച്ച് സീക്രറ്റ് ആയിട്ട് ആരും കാണാതെ കഴിക്കുക. സോ ദാറ്റ് അവരെ ചീത്ത പറയില്ല, വഴക്ക് പറയില്ല, അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ബിഞ്ച് ഈറ്റിംഗ് ഇതൊക്കെ, അല്ലെങ്കിൽ ഒരു ഒബിസിറ്റി, നല്ല പൊണ്ണത്തടിയായിട്ട് വരിക. ഇങ്ങനെ ഈ ഒരു ഡിന്നർ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുമ്പോൾ അവളുടെ ബോഡി ആക്ച്വലി ഒരു ഫ്ലൈറ്റ് ഫ്രൈറ്റ് ഫ്രീസ് മോഡ്, നമ്മുടെ ബ്രെയിനിൽ ഒരു മെക്കാനിസം, നമ്മുടെ സർവൈവൽ മെക്കാനിസം ആണ്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നായ നമ്മൾ കടിക്കാൻ വരുമ്പോൾ നമ്മൾ എത്ര ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും ഓടും. എങ്ങനെയാണ് അത് ഓടുന്നത്? ബിക്കോസ് നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട്, അതായത് കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺസ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ മസിൽസിനൊക്കെ അത്ര എനർജി വന്നിട്ട് റൺ ചെയ്യുന്നത്. പക്ഷെ
ഇതേ ഒരു സംഭവം തന്നെയാണ് ഇങ്ങനത്തെ എന്തൊരു ഒരു അൺസേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ എന്തൊരു കാര്യം കിട്ടുമ്പോഴും നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഈ ഒരു അമിഗ്ഡാല അല്ലെങ്കിൽ ഫിയർ സെന്റർ എന്ന് പറയും, ഈ ഹോർമോൺസിനെ ട്രിഗർ ചെയ്യുന്ന ഒരു സെന്റർ, ഇത് എപ്പോഴും ആക്റ്റീവ് ആകുകയും കോർട്ടിസോൾ എപ്പോഴും, കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺസ് ആണ്, ഈ സ്ട്രെസ് ഹോർമോൺസ് എപ്പോഴും കുറച്ച് എലിവേറ്റ് ചെയ്തൊന്ന് ഹയർ ലെവലായിരിക്കും ബോഡിയിൽ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ ഫാറ്റ് സ്റ്റോറേജ് ബോഡിയിൽ ഈ കഴിക്കുന്ന ഫുഡ് പെട്ടെന്ന് ഒരു ഫാറ്റ് സ്റ്റോറേജ് ആവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ബിഹേവിയേഴ്സും അതുപോലെ മാറാനുള്ള സാധ്യത, കാരണം അവർ കുറച്ചും കൂടെ കഴിക്കാൻ, നമ്മൾ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ കുറച്ച് ടെൻഡൻസി കൂടുതലാണ് അല്ലെ. ഇപ്പൊ അവൾ ആവശ്യത്തിന് കഴിച്ച് അവളുടെ ബോഡി ഓക്കെ എനിക്ക് വിശപ്പില്ല എന്ന് പറയുമ്പോൾ ഷീ ഇസ് നോട്ട് ഈറ്റിംഗ്. എത്ര ഫേവറേറ്റ് ഫുഡ് ആണെങ്കിലും അവൾക്ക് വയറ് നിറഞ്ഞാൽ അവൾ മതി എന്ന് പറയുന്നുണ്ട്. അവളുടെ സിഗ്നൽസ് അനുസരിച്ച് അവൾ പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ചും കൂടെ കഴിയുമ്പോൾ സിഗ്നൽസ് ഒന്നും ചിലപ്പോൾ കേൾക്കില്ല. ചിലപ്പോൾ എത്ര വയറ് നിറഞ്ഞാലും ഫുള്ള് ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. എസ്പെഷ്യലി ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫുള്ള് ഫുഡ് കഴിച്ചിട്ട് പായസം കുടിച്ച് വയറ് നിറഞ്ഞ അവിടെ കുറച്ച് സ്നാക്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് പോയി ഇരുന്ന് കഴിക്കുന്നത് കാണാം. അതെന്താ, വിശന്നിട്ടാണോ? അല്ല, സിഗ്നൽസിനെ ഒന്നും ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ആക്ച്വലി ഈ ചൈൽഡ്ഹുഡിൽ നിന്ന് വന്നിട്ടുള്ള പല റോങ് പ്രോഗ്രാമിംഗ് ആൻഡ് കണ്ടീഷൻ, ഇതൊക്കെയാണ് ശരിക്കും പറയുന്നത് ചൈൽഡ്ഹുഡ് ട്രോമ. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല ചൈൽഡ്ഹുഡ് ട്രോമസ്, ഇതും ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണ്. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബിഹേവിയേഴ്സ് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഹെൽത്തിൽ അത് ബാധിക്കും അല്ലെ. ഓവർ ഈറ്റ് ചെയ്യുമ്പോൾ, ഇത്രയും ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഓവർ ഈറ്റ് ചെയ്യുമ്പോൾ പിന്നെ അത് സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റ് ആയിട്ടായിരിക്കും ബോഡിയിൽ, ഓഫ് കോഴ്സ് ഓവർ വെയിറ്റ് ആയിട്ട് വരും അല്ലെ. അപ്പൊ ഇതെല്ലാം കാരണമാകുന്നത് ദ ഡീപ് റൂട്ട് കോസ് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങളായിരിക്കും. നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് ചിന്തിച്ച് നോക്കുക, ഇഫ് യു ആർ സം അഡൽട്സ് ആർ സീൻ ദിസ്. ഓക്കെ, അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് അവള് പഠിക്കുന്നത് എന്താണ്, ഇങ്ങനെ ഫുഡ് കഴിക്കാതിരുന്നാൽ പാരന്റ്സ് ആർ ഓക്കെ, ഫുഡ് കഴിച്ചു എന്നുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരുന്നു. അതായത് ലവ്, സ്നേഹം എന്ന് പറയുന്നത് കണ്ടീഷണൽ ആണ്. ഓക്കെ, സ്നേഹം ഞാൻ എപ്പോഴും ഒന്നിനെ ഏൺ ചെയ്യണം, അല്ലെങ്കിൽ അവർ എന്ത് പറഞ്ഞാലും അത് കേൾക്കണം, അവർ എന്ത് ചെയ്താലും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് വെക്കണം റിലേഷൻഷിപ്പിൽ. ഇങ്ങനെ ആയിരിക്കും അവളുടെ ബ്രെയിൻ അതിനെ ഡീകോഡ് ചെയ്തെടുക്കുന്നുണ്ടാവുക. ഇത് റിലേഷൻഷിപ്പിൽ കുറച്ച് കഴിയുമ്പോൾ, അത് ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മേ ബി ഫാമിലി റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും സോഷ്യൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും, അവൾ ഇങ്ങനെ ഒരു പാറ്റേൺസ് ആയിരിക്കും ബ്രെയിനിൽ ഫോം ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു പാറ്റേൺ മെഷീൻ ആണ് ഗൈസ്. സോ റിപ്പീറ്റഡ്ലി എന്ത് ഗോ ത്രൂ ചെയ്യുന്നു ഫോർ ദ ഫസ്റ്റ് 10 to 12 years, അതൊരു പാറ്റേൺ ആയിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതിന് അണ്ടിൽ ആൻഡ് അൺലെസ് അത് മാറ്റാതെ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് മാറില്ല. അപ്പൊ ഈ കുട്ടിയെ ഇങ്ങനെ കണ്ടീഷൻ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം. അതേപോലെ തന്നെ കരിയർ ലെവലിൽ വരുമ്പോൾ അവൾക്ക് ഒരു ഗിൽട്ട്, ഒരു സെൽഫ് ഡൗട്ട്, ഞാൻ പോരാ, അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ കാണാൻ ചിലപ്പോൾ ചബ്ബിയാണ്, ഓവർ വെയിറ്റ് ആണ്, തടി എന്ന് പറയുന്നത് എന്തോ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ വരുമ്പോൾ അവൾക്ക് എന്തായാലും ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും. അത് അവളുടെ കോൺഫിഡൻസിനെ ബാധിക്കും. നിങ്ങൾ വിചാരിച്ച അത്രയും നന്നായിട്ടൊന്നും അവൾക്ക് ചിലപ്പോൾ അവളുടെ കരിയർ ലെവലിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലെവലിലൊന്നും പെർഫോം ചെയ്യാനായിട്ട് അവൾക്ക് പറ്റിയെന്ന് വരില്ല. ഇതൊക്കെ ഇതിന്റെ അഡൽട്ട്ഹുഡ് ആഫ്റ്റർ എഫക്ട്സ് ആണ്. സോ ഒരിക്കലും കുട്ടികളെ നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരോട് അവർ ചെയ്യുന്ന എല്ലാം അംഗീകരിച്ച് കൊടുക്കണം എന്നുള്ളതല്ല, പക്ഷെ എങ്ങനെ അതിനെ ഹെൽത്തി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ എങ്ങനെ ഹെൽത്തി ആക്കാം, അവളെ ഫോഴ്സ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കാം. ഇതൊക്കെ യുനോ ഒരു അഡൽട്ട്ഹുഡ് ആവുമ്പോൾ ചിലപ്പോൾ അവളും സ്വന്തമായിട്ട് അയ്യോ എനിക്ക് തടി കൂടി പറഞ്ഞാൽ കുറച്ച് കാലം പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് എക്സസൈസ് ചെയ്യാനുള്ള മെറ്റാബോളിസം റേറ്റ് തന്നെ മാറാനുള്ളൊരു സാധ്യത കൂടുതലാണ്. സോ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ എപ്പോഴും ഹെൽത്തി ആവാൻ എന്തൊക്കെ ചെയ്യണം, ഹെൽത്തി ആവണമെങ്കിൽ ഏത് രീതിയിൽ ഫുഡ് കഴിക്കണം, അത് വളരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വളർത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും റൈസ് ഇഷ്ടമാണെങ്കിൽ ഓക്കെ ഫൈൻ, ഈ റൈസിന്റെ നമുക്ക് എന്തൊക്കെ കഴിച്ചാൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാതിരിക്കുന്നത് അത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ഒരു പഠനങ്ങൾ, ഒരു റൈറ്റ് റിസർച്ച് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് പോയി സംസാരിക്കുക. ഇഫ് യു ആർ നോട്ട് അവെയർ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ബോഡി ടൈപ്പ് എന്താണ്, അവൾക്ക് എത്ര ഫുഡ് കഴിക്കാതിരിക്കാം, അവർ പറയുന്നതിനനുസരിച്ച് റൈറ്റ് ആളുകളുടെ നിന്ന് കിട്ടിയ നോളേജ് അനുസരിച്ചിട്ട് മാത്രം അവരെ അങ്ങനെയൊക്കെ കണ്ടീഷൻ ചെയ്യുക. അല്ലാതെ ആരെങ്കിലൊക്കെ നാട്ടുകാരോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒക്കെ പറയുന്നത് എന്താ മകള് തടിച്ചിരിക്കുന്നു, ഇതേപോലെ തന്നെയാണ് മെലിഞ്ഞിരിക്കുന്ന കുട്ടികളും. പട്ടി കഞ്ഞി കുടിക്കില്ല ഈ കുട്ടിനെ കണ്ട, ഈ കുട്ടി എന്താ ഭക്ഷണം കഴിക്കാതെ എന്താ ഇത്ര മെലിഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ പറയുന്ന ആളുകളെ ഒരുപാട് കണ്ടിട്ട്. ഓരോരുത്തരും ഓരോ ബോഡി ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക, അവരതിനനുസരിച്ചിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. നിങ്ങൾ ബേബീസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബേബീസ് നിങ്ങൾ ഫീഡ് ചെയ്യുമ്പോൾ നോക്കിയിട്ടുണ്ടാവും, അവർക്ക് വയറ് നിറഞ്ഞാൽ അവർ നിർത്തും. നിങ്ങൾ ഒരു ബൗളിൽ നിറയെ എടുത്ത് അവളിത് കഴിച്ചില്ല അല്ലെങ്കിൽ അവനിത് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വയറ് നിറയുന്നവരെ അവർ കഴിക്കുള്ളൂ, അത് കഴിഞ്ഞ് അവർ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ എന്ത് തലകുത്തി പറഞ്ഞാലും ഒന്നുമില്ലെങ്കിൽ അവര് ഫുൾ ടാൻട്രംസ് ഉണ്ടാക്കും, അവരത് തട്ടിക്കളയും തുപ്പിക്കളയും അല്ലെ. കാരണം നാച്ചുറലി അവർക്ക് വയറ് നിറഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് നമുക്കൊരു മെക്കാനിസം ഉണ്ട്, വയറ് നിറഞ്ഞു മതി എന്ന് പറയാനായിട്ട്. സോ അവർക്ക് വിശക്കുമ്പോൾ അവർ കഴിക്കട്ടെ, മൂവ്മെന്റിനും അല്ലെങ്കിൽ ഡാൻസിങ് സൈക്ലിംഗ് വാട്ട് എവർ അവർ കളിക്കേണ്ട പ്രായത്തിൽ അവർ കളിക്കട്ടെ.
അങ്ങനെ അവർ വളരാൻ അവരെ അനുവദിക്കുക. ഒരുപാട് റെസ്ട്രിക്ഷൻ ആയിട്ട് വളരെ ഫോഴ്സ്ഫുള്ളി പല കാര്യങ്ങളും ചെയ്യുന്നത് നിർത്തുക. അത് അവരുടെ ലൈഫിനെ തന്നെ എൻറ്റയർലി ബാധിക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ കുട്ടി വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ഒന്നും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ അതുപോലെ ഒന്നും ആയിരിക്കില്ല. അവർ ഒരുപാട് സഫർ ചെയ്യുകയാണ് ചെയ്യുക. സോ ബി വെരി കോഷ്യസ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാറ്റേൺസ്, ഇതൊക്കെ ആദ്യം ഒന്ന് ഫിക്സ് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക. ഗിൽട്ട്, ഇതുപോലത്തെ അൺഹെൽത്തി ടോക്സ് അവരോട് ഒഴിവാക്കാം. എസ്പെഷ്യലി അവർ ചെറുപ്രായത്തിൽ അവർ കളിക്കേണ്ട സമയത്ത് കളിക്കട്ടെ, പഠിക്കേണ്ട സമയത്ത് പഠിക്കട്ടെ, ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് അവർ കഴിക്കട്ടെ. സോ ഗവൺമെന്റ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ആസ് എ പാരന്റ്സ്. അതാണ് നിങ്ങൾ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ അവർ ഒരുപാട് റെസ്ട്രിക്ട് ചെയ്തിട്ടും ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടൊന്നും എസ്പെഷ്യലി ഫുഡിന്റെ കാര്യത്തിൽ ചെയ്യാതിരിക്കുക. ദിസ് ഇസ് എ റിക്വസ്റ്റ്. നിങ്ങൾക്ക് ഒരു നല്ല ഫ്യൂച്ചർ ഉള്ള കുട്ടിനെയാണ് വാർത്തെടുക്കുന്നതെങ്കിൽ ബി കോഷ്യസ് അബൌട്ട് ഹൗ യു ആർ ടോക്കിംഗ് ടു ദം. സോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് കംപ്ലീറ്റ് ദിസ് ഇസ് ഫോർ പാരന്റ്സ് ആൻഡ് ഫോർ ദ അഡൽട്സ് ഹു ഇസ് ഫേസിങ് ദ ചാലഞ്ചസ്. അപ്പൊ നിങ്ങളുടെ മൈൻഡ് ആദ്യം സെറ്റ് ചെയ്യുക, ബ്രെയിനെ ഒന്ന് റീവയർ ചെയ്യുക, ഇമോഷൻ വൂൺസിനെയൊക്കെ ഒന്ന് ഹീൽ ചെയ്തെടുക്കുക. യു ക്യാൻ ബിക്കം ദ ബെസ്റ്റ് പാരന്റ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.